ഹലോ വെൽക്കം ബാക്ക് ടു റഹ്മാൻ റോഡ്സ്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വക്രയിലെ ഓൾഡ് സൂപ്പിലേക്ക് പോയതായിരുന്നു. അവിടെ ചെറിയൊരു പാർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ പാർട്ടി സ്ഥിരം നമ്മൾ കഴിക്കാറുള്ള ഫിഷ് ബാർബിക്യൂ അങ്ങനെ ഐറ്റംസാണ്. അത് ഓൾറെഡി നിങ്ങൾ ഈ ചാനലിൽ മുമ്പ് വീഡിയോ ഇട്ടതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളിലേക്ക് പോയിട്ടില്ല. ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ എടുത്തതാണ്. ഇത് ഞങ്ങൾ സ്ഥിരം അവിടെ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള പെറ്റ് സ്റ്റോപ്പിൽ കാര്യങ്ങളൊക്കെ ഒന്ന് പോയി വിസിറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ എടുത്ത ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. സൺകുന്നൂർ അതേപോലെയുള്ള നല്ല നല്ല ബേഡ്സ് ഉണ്ട്. അപ്പോൾ ചില ബേഡ്സ് വന്നിട്ട് സംസാരിക്കുന്ന ബേഡ്സ് കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. അപ്പോൾ അതിനൊന്ന് കാണാമെന്നുള്ള ഒരു രീതിയിൽ ഞങ്ങളിങ്ങനെ അതിൻ്റെ അകത്തേക്ക് കൂടി പോയതായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ട്. പല ഐറ്റംസ് പല വെറൈറ്റി ബേഡ്സ് ഞങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, കാണാനും വാങ്ങിക്കാനൊക്കെ പറ്റും. പിന്നെ അതൊക്കെ ഞങ്ങൾ കോക്ടെയിലിൻ്റെ ഒക്കെ എൻ്റെ ഒരു ഫ്രണ്ടിന് കോക്ടെയിൽ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി കോക്ടെയിലിൻ്റെ ഒക്കെ റേറ്റ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾക്കൊരു 250 ആ ഒരു റേറ്റിന് ഞങ്ങൾക്ക് കോക്ടെയിലിൻ്റെ ജോഡി അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവരുടെ കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസൊക്കെ വാങ്ങിച്ചു. പിന്നെ അങ്ങനെ ബേഡ്സിനൊക്കെ കണ്ട് അങ്ങനെ അവിടെ നിന്ന് വിട്ടു. മെക്കാവോ, ഇത് മെക്കാവോ ആണ്. മെക്കാവോ കടിച്ചു കഴിഞ്ഞാൽ നല്ല വേദന ഉണ്ടാവും, എല്ലാവർക്കും അറിയുന്നതല്ല. അപ്പം അൻവർ ഫസ്റ്റ് ഒരു ട്രൈ ചെയ്തിരുന്നു, പക്ഷെ അവൻ്റെ കയ്യിലേക്ക് വന്നില്ല, കടിക്കാൻ പോയി. പക്ഷെ അവർ എടുത്തിട്ട് മക്കാവനെ എടുക്കുന്ന സമയത്ത് മക്കാവൻ്റെ കാലിൻ്റെ അടുത്ത് കൈ വെച്ച് കൊടുക്കണം, അപ്പോൾ അത് കയ്യിലേക്ക് കയറി വരും. അങ്ങനെയാണ് അവർ നമ്മളോട് പറഞ്ഞ ട്രിക്ക്. ഓക്കെ, അപ്പോൾ ഇനി ആരെങ്കിലും പോയിട്ട് ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നേരെ പോയി കാലിൻ്റെ അടുത്ത് കൈ വെച്ച് കൊടുത്താൽ മതി, അപ്പോൾ അത് കയ്യിലേക്ക് കയറി വരും. അതേപോലെ തന്നെ ഇവിടെ ആമകളെ നമ്മൾക്ക് കാണാൻ പറ്റും. ആമകളെ സാധാരണ പിന്നെ പലരും അഭിപ്രായമുണ്ട് ആമകളെ വീട്ടിൽ വളർത്താൻ പാടില്ല അങ്ങനെയാന്നൊക്കെ. അപ്പം നമ്മൾ പിന്നെ അധികം മലയാളീസ് കാര്യങ്ങളൊന്നും ഈ ഒരു ആമനെയൊന്നും വളർത്താറില്ല. നോർമലി വീട്ടിൽ വളർത്താറ് ഇല്ല, കുറവാണ്. പക്ഷേ അറബികൾ വന്നിട്ട് അവർക്ക് പിന്നെ ഭയങ്കര ക്രേസാണ് ഇതിനോടൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പിന്നെ പെറ്റ് ഷോപ്പിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആമകളെയൊക്കെ കൂടുതലായിട്ട് കാണുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട്, കുട്ടികൾക്കൊക്കെ പേടിയായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഈ കാണുന്നത് ഫ്രോസൺ നമ്മളെ ചിക്കൻ ഒന്നല്ല, ഇത് നല്ല എലികളാണ്. ഇത് പാമ്പിൻ്റെ ഫുഡാണ്, സ്നേക്കിന് വേണ്ടിയിട്ടുള്ള ഫുഡാണ്. പിന്നെ അതേ കണക്കിന് ഈ ചെറിയ ബേഡ്സിനൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതിൽ ചില ബേഡ്സിനൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. ഇതിനൊക്കെ ഒക്കെ നമ്മുടെ നാട്ടിൽ കാണുന്നുണ്ട്, പക്ഷെ ഇതിൻ്റെ മുകളിൽ കൂട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ബേഡിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ നല്ല ഭംഗിയുണ്ട്, അതിൻ്റെ കഴുത്തിനൊക്കെ ഉള്ള ലൈൻസ് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും ഞാൻ വരും. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.